ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ലെജൻഡറി അനിമയായ ഡ്രാഗൺ ബോൾ ആണ്. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് സീസണിൽ 153 എപ്പിസോഡ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റത്തെ എപ്പിസോഡിലേക്ക് കിടക്കാം. അപ്പോൾ എപ്പിസോഡിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഒരാൾ പറയുന്നുണ്ട്, വളരെ കാലങ്ങൾക്ക് മുമ്പ് എല്ലാവർക്കും പൂർണ്ണമായും അജ്ഞാതമായ ഒരു കാലഘട്ടത്തിൽ നഗരത്തിൽ നിന്ന് ആയിരക്കണക്കിന് മൈലുകൾ അകലെയുള്ള ഒരു പ്രത്യേക പർവ്വതത്തിൽ പ്രകൃതിയുമായി ഇണങ്ങി ഒരു ബാലൻ താമസിച്ചിരുന്നു. അവൻ്റെ പേരാണ് സൺ ഗോക്കു. സോ അവന് പുറം ലോകമായിട്ട് യാതൊരു ബന്ധം ഉണ്ടായിരുന്നില്ല. അതുമാത്രമല്ല, ആ കാട്ടിലുള്ള ഒരേ ഒരു ഹ്യൂമൺ അവനായിരുന്നു. ആ ഷോട്ട് കട്ട് ചെയ്തതിന് ശേഷം നമ്മുടെ ഗോക്കു പ്രാക്ടീസ് ചെയ്യുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. എന്നിട്ട് വലിയൊരു മരത്തിൻ്റെ തടിക്കഷ്ണം എടുത്തുകൊണ്ട് മുകളിലേക്ക് എറിയുന്നുണ്ട്. എന്നിട്ട് അവൻ വായിലേക്ക് ഉയർന്നു ചാടിച്ച് ആ മരക്കഷ്ണം പൊളിക്കുന്നുണ്ട്. അവൻ്റെ അടിയിലെ ശക്തിയിൽ ആ മരക്കഷ്ണങ്ങൾ പീസ് പീസായിട്ട് താഴേക്ക് വീഴുന്നുണ്ട്. എന്നിട്ട് അവൻ പറയുന്നുണ്ട്, വിറകുകളെല്ലാം തയ്യാറാക്കി കഴിഞ്ഞു, എനിക്ക് വിശക്കുന്നുണ്ട്. ആ ഷോട്ട് കട്ട് ചെയ്തതിന് ശേഷം ഒരു മലഞ്ചെരുവിലൂടെ ഒരു കാറ് വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ആ കാറിൽ നിന്നൊരു പെൺകുട്ടി ഇറങ്ങുന്നുണ്ട്. ഇവളുടെ പേരാണ് ബുൽമ. ബുൽമ അവളുടെ കയ്യിലുള്ള ഒരു ഉപകരണം നോക്കി പറയുന്നുണ്ട്, അതിവിടെ അടുത്തെവിടെയോ ഉണ്ട്. സോ ആ ഷോട്ട് കട്ട് ചെയ്തതിന് ശേഷം നമ്മുടെ ഗോക്കുവിൻ്റെ വീടാണ് കാണിക്കുന്നത്. ഫുഡ് ശേഖരിക്കാൻ പോകുന്നതിന് വേണ്ടി അവൻ അവൻ്റെ വെപ്പണൊക്കെ തയ്യാറാക്കുകയാണ്. എന്നിട്ടൊരു ഡ്രാഗൺ ബോൾ നോക്കിയിട്ട് അവൻ പറയുന്നുണ്ട്, മുത്തശ്ശ, ഞാൻ ഫുഡ് ശേഖരിച്ചിട്ട് വരാം. സോ സത്യത്തിൽ നമ്മുടെ ഗോക്കുവിന് ഇതൊരു ഡ്രാഗൺ ബോളാന്നുള്ള കാര്യം അറിയില്ല. അവൻ ഇതിനെ മുത്തശ്ശ എന്നാണ് വിളിക്കുന്നത്. കാരണം അവൻ്റെ മുത്തശ്ശൻ മരിക്കുന്നതിന് മുമ്പ് അവന് കൊടുത്തതാണ് ഈ ഡ്രാഗൺ ബോൾ. അവനിപ്പോൾ മുത്തശ്ശനായിട്ടുള്ള ഒരു കണക്ഷൻ ഈ ഡ്രാഗൺ ബോളാണ്. അതുകൊണ്ട് തന്നെ അവൻ ഈ ഡ്രാഗൺ ബോളിനെ മുത്തശ്ശ എന്നാണ് വിളിക്കുന്നത്. അപ്പോഴാണ് അവൻ ആ ഡ്രാഗൺ ബോൾ തിളങ്ങുന്നതായിട്ട് ശ്രദ്ധിക്കുന്നത്. അപ്പോഴവൻ പറയുന്നുണ്ട്, വിചിത്രം തന്നെ, ഞാൻ സത്യം ചെയ്യാം, അത് തിളങ്ങുന്നതായിട്ട് ഞാൻ കണ്ടു. മുത്തശ്ശ, നിങ്ങളിപ്പോൾ എന്താണ് ചെയ്തത്? വിചിത്രം തന്നെ എന്ന് പറഞ്ഞിട്ട് അവൻ ഫുഡ് ശേഖരിക്കാൻ പോകുന്നു. സോ അങ്ങനെ അവന് വല്ലാത്തൊരു മീനിനെ കിട്ടുന്നുണ്ട്. ആ മീനുമായിട്ട് അവൻ വീട്ടിലേക്ക് വരുമ്പോൾ ബുൽമയുടെ വണ്ടി അവൻ ഇടിക്കുന്നു. നമ്മുടെ ഗോക്കുവിന് പുറം ലോകമായിട്ട് ബന്ധമില്ലാത്തതുകൊണ്ട് തന്നെ അവൻ ആ കാറ് കണ്ടിട്ട് അതൊരു ബീസ്റ്റാണെന്ന് തെറ്റിയിരിക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, എടാ ദുഷ്ടമൃഗമേ, നീ എൻ്റെ ഫുഡ് മോഷ്ടിക്കാൻ ശ്രമിക്കുന്നല്ലേ, നിന്നെ ഞാൻ വെറുതെ വിടില്ല എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഗോക്കു ആ കാറെടുത്ത് വലിച്ചെറിയുന്നു. എന്നിട്ട് അവൻ്റെ ബാക്കിലുള്ള വടിയെടുത്ത് പറയുന്നുണ്ട്, നിനക്ക് എൻ്റെ ഫുഡ് വേണമെങ്കിൽ നീ ആദ്യം എണീറ്റ് ഫൈറ്റ് ചെയ്യണം. അപ്പോൾ ആ കാറിൻ്റെ ഉള്ളിൽ നിന്ന് ബുൽമ എണീറ്റ് വരുന്നുണ്ട്. അപ്പോൾ ഗോക്കു പറയുന്നുണ്ട്, ഇതെന്താണിത്? ഈ ബീസ്റ്റിൻ്റെ ഉള്ളിൽ നിന്നൊരു ഗോബ്ലിൻ പുറത്തേക്ക് വരുന്നുണ്ടല്ലോ. എടാ ദുഷ്ട എന്ന് പറഞ്ഞിട്ട് ബുൽമ ഗോക്കുവിനെ തോക്കൊണ്ട് വെടിവെക്കുന്നുണ്ട്. അപ്പോൾ ആ വെടിയേറ്റിട്ട് ഗോക്കു പറയുന്നുണ്ട്, ഇതെന്താണ്, ബ്ലാക്ക് മാജിക് ആണോ? അപ്പോൾ ബുൽമ പറയുന്നുണ്ട്, ഇവൻ എൻ്റെ വെടി കൊണ്ട് ചത്തില്ലേ? അപ്പോൾ ഗോക്കു പറയുന്നുണ്ട്, വിഡ്ഢിത്തം പറയല്ലേ, ഞാൻ അത്ര പെട്ടെന്ന് മരിക്കില്ല. എൻ്റെ ശരീരത്തിന് ഇരുമ്പിൻ്റെ അത്ര ശക്തിയുണ്ട്. ഇനി ഞാൻ നിന്നെ കൊല്ലാൻ പോവാണ്, ദുഷ്ടയായ ഗോബ്ലിൻ എന്ന് പറഞ്ഞിട്ട് ഗോക്കു ബുൽമയെ അറ്റാക്ക് ചെയ്യാൻ പോകുന്നുണ്ട്. അപ്പോൾ ബുൽമ പറയുന്നുണ്ട്, ഞാനൊരു ഗോബ്ലിൻ അല്ല, ഞാനൊരു മനുഷ്യനാണ്. എന്ത്, നീ ഒരു മനുഷ്യനാണെന്നോ? അപ്പോൾ ബുൽമ പറയുന്നുണ്ട്, അതെ, എന്നെ കണ്ടിട്ട് മനസ്സിലായില്ലേ എന്ന് പറഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഗോക്കു ബുൽമയെ ചുറ്റും നിരീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ബുൽമ ചോദിക്കുന്നുണ്ട്, നീ ഒരു മനുഷ്യനാണോ? അതെ, ഞാനൊരു മനുഷ്യനാണ്. പക്ഷെ നീ എൻ്റെ പോലെ അല്ലല്ലോ, നീ വളരെ സോഫ്റ്റ് ആണ്, അതുപോലെ വീക്കാണ്. അപ്പോൾ അവൾ പറയുന്നുണ്ട്, അതെ, ഞാനൊരു പെണ്ണാണ്. അപ്പോൾ ഗോക്കു പറയുന്നു, എന്ത്, നീ ഒരു പെണ്ണാണെന്നോ? അപ്പോൾ ബുൽമ പറയുന്നുണ്ട്, അതെന്താ, നീ ഇതൊരു പെണ്ണിനെ കണ്ടിട്ടില്ലേ? ഇല്ല, ഞാൻ എൻ്റെ മുത്തശ്ശനല്ലാതെ വേറൊരു മനുഷ്യനെ കണ്ടിട്ടില്ല എന്ന് നമ്മുടെ ഗോക്കു പറയുന്നു. എൻ്റെ മുത്തശ്ശൻ പറഞ്ഞിട്ടുണ്ട്, നീ എന്തെങ്കിലും ഒരു പെൺകുട്ടിയെ കണ്ടുമുട്ടുകയാണെങ്കിൽ നീ അവളോട് നല്ല രീതിയിൽ പെരുമാറണമെന്ന്. അപ്പോൾ നമ്മുടെ ബുൽമ പറയുന്നുണ്ട്, അത് നല്ലൊരു അഡ്വൈസ് ആണല്ലോ, നീ നിൻ്റെ മുത്തശ്ശൻ്റെ ഒപ്പമാണോ താമസിക്കുന്നത്? അപ്പോൾ നമ്മുടെ ഗോക്കു പറയുന്നുണ്ട്, ഇല്ല, എൻ്റെ മുത്തശ്ശൻ മരിച്ചിട്ട് കുറച്ച് വർഷങ്ങളായി. അതിനുശേഷം ഗോക്കു ബുൽമയെ അവൻ്റെ വീട്ടിലേക്ക് ക്ഷണിക്കുന്നുണ്ട്. അപ്പോൾ ബുൽമ പറയുന്നുണ്ട്, ഞാൻ നിൻ്റെ വീട്ടിലേക്ക് വരാം, പക്ഷെ നീ എന്നെ വേണ്ടാത്ത കാര്യങ്ങളൊന്നും ചെയ്യരുത്. അപ്പോൾ ഗോക്കു ചോദിക്കുന്നുണ്ട്, എന്ത് വേണ്ടാത്ത കാര്യങ്ങൾ? അപ്പോൾ ബുൽമ ആലോചിക്കുന്നുണ്ട്, അത് ശരിയായി, ഇവൻ ആദ്യമായിട്ടല്ല ഒരു പെൺകുട്ടിയെ കാണുന്നത്, അപ്പോൾ ഇവൻ അതിനെപ്പറ്റി ഒന്നും അറിയണ്ടാവില്ല. എന്നാൽ ശരി, ഞാൻ വരാം എന്ന് പറഞ്ഞിട്ട് ഇവർ രണ്ടുപേരും പോകുന്നു. അപ്പോൾ ഇവർ നടക്കുന്ന സമയത്ത് ബുൽമ ചോദിക്കുന്നുണ്ട്, നിൻ്റെ പേരെന്താണ്? എൻ്റെ പേര് ഗോക്കു, നിങ്ങളുടെ പേരെന്താണ്? അപ്പോൾ ബുൽമ ഒന്നും പറയാൻ മടിക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട് ബുൽമ. അപ്പോൾ ഗോക്കു ആ പേര് കെട്ടി ചിരിക്കുന്നുണ്ട്. അപ്പോൾ ചിരി നിർത്താൻ ബുൽമ പറയുന്നുണ്ട്, എനിക്ക് കുട്ടികളെ തീരെ ഇഷ്ടമല്ല. ആ ഷോട്ട് കട്ട് ചെയ്തതിന് ശേഷം നമ്മുടെ ഗോക്കുവിൻ്റെ വീടെത്തുന്നു. അപ്പോൾ ഗോക്കു വാതിൽ തുറക്കുമ്പോൾ ആ ഡ്രാഗൺ ബോൾ തിളങ്ങുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ അവൻ പറയുന്നുണ്ട്, മുത്തശ്ശൻ തിളങ്ങുന്നു, മുത്തശ്ശൻ എന്തോ സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ബാക്കിൽ നിന്ന് ബുൽമ പറയുന്നുണ്ട്, നീ എന്താണ് പറയുന്നത്? നിന്റെ മുത്തശ്ശൻ മരിച്ചു എന്നല്ല പറഞ്ഞത്. അപ്പോഴാണ് ആ ഡ്രാഗൺ ബോൾ അവളുടെ ശ്രദ്ധയിൽ വിടുന്നത്. അത് കണ്ടപ്പോൾ തന്നെ അവൾ സന്തോഷത്തോടെ പറയുന്നുണ്ട്, ഞാൻ ആ ഡ്രാഗൺ ബോൾ കണ്ടെത്തി. എന്നിട്ട് ആ ഡ്രാഗൺ ബോൾ എടുക്കുന്നു. എൻ്റെ മുത്തശ്ശനെ തൊട്ട് പോകരുത് എന്ന് പറഞ്ഞിട്ട് ഗോക്കു ആ ഡ്രാഗൺ ബോൾ അവളുടെ നിന്ന് വാങ്ങിക്കുന്നുണ്ട്. അപ്പോൾ ബുൽമ പറയുന്നുണ്ട്, മുത്തശ്ശനോ? അപ്പോൾ അവൻ പറയുന്നുണ്ട്, അതെ, ഇതെൻ്റെ മുത്തശ്ശൻ മരിക്കുന്നതിന് മുമ്പ് എനിക്ക് തന്നതാണ്. ഇത് മാത്രമാണ് എനിക്ക് മുത്തശ്ശനെ ഓർക്കാനുള്ള ഒരേ ഒരു സാധനം. അപ്പോൾ ബുൽമ ഞാനൊരു സീക്രറ്റ് കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് അവളുടെ ബാഗിലുള്ള 2 ഡ്രാഗൺ ബോൾ എടുത്ത് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഗോക്കു പറയുന്നുണ്ട്, നിനക്ക് 2 മുത്തശ്ശന്മാരുണ്ടോ?
അപ്പോൾ അവൾ പറയുന്നുണ്ട് ഇത് മുത്തശ്ശനല്ല, ഇതിൻ്റെ പേരാണ് ഡ്രാഗൺ ബോൾ. നിന്റെ ഡ്രാഗൺ ബോൾ ഈ 2 ഡ്രാഗൺ ബോളുമായിട്ട് പ്രതികരിക്കുന്നത് കൊണ്ടാണ് അത് തിളങ്ങുന്നത് എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് ബുൽമ ഈ 3 ഡ്രാഗൺ ബോൾ ഒരുമിച്ച് വെക്കുന്നു. അപ്പോൾ 3 തിളങ്ങുന്നുണ്ട്. എന്നിട്ട് അവൾ പറയുന്നുണ്ട് ഞാൻ ഈ ഡ്രാഗൺ ബോൾ എൻ്റെ സ്റ്റോർ റൂമിൽ നിന്നാണ് കണ്ടെത്തിയത്. എനിക്കിത് എന്താണെന്നറിയാൻ കുറച്ച് ആകാംക്ഷ ഉണ്ടായി. അപ്പോൾ ഞാൻ ഇതിനെപ്പറ്റി കുറച്ച് റിസർച്ച് നടത്തി. അതിൽ നിന്ന് ഞാൻ അത്ഭുതകരമായ കാര്യങ്ങൾ കണ്ടെത്തി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഗോകു ചോദിക്കുന്നുണ്ട് എന്ത് കാര്യങ്ങളാണ് കണ്ടെത്തിയത്? അപ്പോൾ ബുൽമ ചോദിക്കുന്നുണ്ട് അത് ഞാൻ പറയണോ? അപ്പോൾ ഗോകു പറയുന്നുണ്ട് ആ പറയ്. ആ ഷോട്ട് കട്ട് ചെയ്തതിനു ശേഷം വ്യത്യസ്തമായ 2 ക്രിയേച്ചറിനെ കാണിക്കുന്നുണ്ട്. ബാക്കിലൊരു പെൺകുട്ടീനെ കാണിക്കുന്നുണ്ട്. എന്നിട്ട് അതിലൊരു ക്രിയേച്ചർ ആ പഴയ കൊട്ടാരത്തിലുണ്ടായിരുന്ന ഒരു ഡ്രാഗൺ ബോൾ എടുത്ത് പറയുന്നുണ്ട് ഇതാണല്ലേ ലെജൻഡറി ഡ്രാഗൺ ബോൾ. എന്നിട്ട് ആ ക്രിയേച്ചർ ആ പെൺകുട്ടിയെ നോക്കി പറയുന്നുണ്ട് ഇനി ഞാൻ ആ മന്ത്രം ചൊല്ലട്ടെ? അപ്പോൾ ആ പെൺകുട്ടി പറയുന്നുണ്ട് വേണ്ട, ഇത് വെറും ഒരു ഡ്രാഗൺ ബോളാണ്. ഈ ലോകത്ത് 7 ഡ്രാഗൺ ബോൾസ് ഉണ്ട്. ആ 7 ഡ്രാഗൺ ബോൾസും ഒരുമിച്ച് കൊണ്ടുവന്നാൽ ഡ്രാഗൺസിൻ്റെ ദൈവമായ ഷെൻലോങ് പ്രത്യക്ഷപ്പെടും. അവിടെ വെച്ച് ആ മന്ത്രം ചൊല്ലിയാൽ ഷെൻലോങ് നിങ്ങളുടെ ഏത് ആഗ്രഹവും സാധിച്ചു തരും. സോ ഇതൊക്കെ കേട്ടതിന് ശേഷം ആ ക്രിയേച്ചർ പറയുന്നുണ്ട് ഈ ലോകത്തെ ഭരിക്കാൻ ഞാൻ ഈ ഡ്രാഗൺ ബോൾസിനെ ഉപയോഗിക്കും. ആ ഷോട്ട് കട്ട് ചെയ്തതിന് ശേഷം നമ്മുടെ ഗോകുവിനെ കാണിക്കുകയാണ്. എന്നിട്ട് ഗോകു അത്ഭുതത്തോടെ പറയുന്നുണ്ട് ഈ 7 ഡ്രാഗൺ ബോൾസും കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഏത് ആഗ്രഹവും സാധിക്കും അല്ലേ? അപ്പോൾ ബുൽമ പറയുന്നുണ്ട് അതെ, ഞാനൊരു കഥ കേട്ടിട്ടുണ്ട്. കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഒരാൾ ഈ 7 ഡ്രാഗൺ ബോൾസും കളക്ട് ചെയ്തു. എന്നിട്ട് അയാളൊരു രാജാവായി മാറി. പക്ഷെ അത് കുറേ വർഷങ്ങൾക്ക് മുമ്പായിരുന്നു. ഇപ്പം ആ ഡ്രാഗൺ ബോൾസ് എല്ലാം വെവ്വേറെ സ്ഥലത്താണ്. അപ്പോൾ ഗോകു ചോദിക്കുന്നുണ്ട് നീക്ക് ഈ ഡ്രാഗൺ ബോൾസ് എല്ലാം കളക്ട് ചെയ്യാൻ നോക്കുവാണല്ലേ? അപ്പോൾ ബുൽമ പറയുന്നുണ്ട് അതെ, ഇത് കുറച്ച് റിസ്ക് ഉള്ള പരിപാടിയാണ്. എന്നാൽ ഞാൻ 10 ദിവസങ്ങൾക്ക് മുമ്പ് 5 സ്റ്റാർ ബോൾ കണ്ടെത്തി. അപ്പോൾ ഗോകു പറയുന്നുണ്ട് എൻ്റെ മുത്തശ്ശന് 4 സ്റ്റാർസ് ഉണ്ട്. അപ്പോൾ ബുൽമ പറയുന്നു അതിനർത്ഥം അതൊരു 4 സ്റ്റാർ ബോളാണ്. എന്നിട്ട് അവൾ പറയുന്നുണ്ട് എൻ്റെ ആഗ്രഹം നടക്കാൻ പോകുന്നു. സോ ഇവളുടെ ആഗ്രഹം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവൾക്ക് ക്യൂട്ടായിട്ടുള്ള ഒരു ബോയ് ഫ്രണ്ടിനെ വേണം. അതാണ് ഇവളുടെ ആഗ്രഹം. അതിനാണ് ഇവൾ ഈ ഡ്രാഗൺ ബോൾസ് ഒക്കെ കളക്ട് ചെയ്യുന്നത്. അതിനുശേഷം ബുൽമ ഗോകുവിനോട് ചോദിക്കുന്നുണ്ട് നിൻ്റെ ആ 4 സ്റ്റാർ ബോൾ ഞാൻ എടുത്തോട്ടെ? അപ്പോൾ ഗോകു പറയുന്നുണ്ട് ഇല്ല, ഇതെനിക്ക് എൻ്റെ മുത്തശ്ശൻ തന്നതാണ്. അപ്പോൾ അവൾ പറയുന്നുണ്ട് നീ ഇത് വെച്ചിട്ടൊന്നും ചെയ്യാൻ പോണില്ല, എനിക്കെങ്കിലും ഉപകാരം ഉണ്ടായിക്കോട്ടെ. പക്ഷെ അവൻ സമ്മതിച്ചു കൊടുക്കുന്നില്ല. അപ്പോൾ നമ്മുടെ ബുൽമ ഗോകുവിനെ വശീകരിക്കാനൊക്കെ നോക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ ഗോകു അതിലൊന്നും വീഴുന്നില്ല. അങ്ങനെ എന്തൊക്കെ ചെയ്തിട്ട് നമ്മുടെ ഗോകുവിനെ ഇവൾക്ക് കൺവിൻസ് ചെയ്യാൻ പറ്റുന്നില്ല. അവസാനമായിട്ട് അവൾ പറയുന്നുണ്ട് നിന്റെ മുത്തശ്ശൻ പെൺകുട്ടികളെ കണ്ടാൽ നല്ല രീതിയിൽ പെരുമാറണമെന്ന് നിന്നോട് പറഞ്ഞിട്ടില്ലേ? അങ്ങനെയാണെങ്കിൽ നീ എന്നെ ഡ്രാഗൺ ബോൾ കണ്ടെത്താൻ സഹായിക്കുമോ? അപ്പോൾ ഗോകു പറയുന്നുണ്ട് ഡ്രാഗൺ ബോൾ കണ്ടെത്താനോ? അതെ, നിനക്ക് ഇവിടെ നിന്ന് കൊണ്ടൊന്നും ചെയ്യാനില്ല. നിനക്ക് എൻ്റെ ഒപ്പം വരികയാണെങ്കിൽ വിവിധ സ്ഥലങ്ങളിൽ പോയിട്ട് നിനക്ക് ട്രെയിൻ ചെയ്യാം. അപ്പോൾ ഗോകു പറയുന്നുണ്ട് നീ എന്താണ് പറയുന്നത്? ഞാൻ ട്രെയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് മുത്തശ്ശൻ്റെ അത്ര ശക്തി കിട്ടുമോ? അപ്പോൾ അവൾ പറയുന്നുണ്ട് അതെ, നിനക്ക് ശക്തി കിട്ടും. അതുമാത്രമല്ല നീ ഈ മനകൾ മാത്രമല്ല കണ്ടിട്ടുള്ളൂ, കടൽ കണ്ടിട്ടുണ്ടോ? നീ ഒരുപാട് ആളുകൾ താമസിക്കുന്ന ടൗൺ കണ്ടിട്ടുണ്ടോ? നീ എൻ്റെ കൂടെ വന്നാൽ ഇതൊക്കെ കാണാൻ പറ്റുമെന്ന് ബുൽമ പറയുന്നുണ്ട്. ബുൽമ പറയുന്നതെല്ലാം കേട്ട് കൺവിൻസ് ആയി നമ്മുടെ ഗോകു വരാമെന്ന് സമ്മതിക്കുന്നുണ്ട്. അപ്പോൾ ബുൽമ പറയുന്നുണ്ട് അത് നല്ലൊരു തീരുമാനമാണ്, നമുക്ക് ഒരുമിച്ച് പോവാം. അപ്പോൾ ഗോകു പറയുന്നുണ്ട് എൻ്റെ ബോൾ ഞാൻ തന്നെ പിടിക്കും, നിനക്ക് തരില്ല. അപ്പോൾ ബുൽമ നീ തന്നെ പിടിച്ചെന്ന് പറയുന്നുണ്ട്. എന്നിട്ട് അവൾ ചിന്തിക്കുന്നുണ്ട് കാര്യങ്ങളെല്ലാം നല്ല രീതിയിലാണ് പോകുന്നത്. ഇവൻ എനിക്ക് നല്ലൊരു ബോഡി ഗാർഡാകും. എൻ്റെ ആഗ്രഹം നിറവേറ്റാൻ എത്ര കാലം എടുത്താലും കുഴപ്പമില്ല, ഞാൻ നിറവേറ്റിരിക്കും. എന്നിട്ട് അവൾ ഗോകുവിനോട് പറയുന്നുണ്ട് നമ്മുടെ ആവേശകരമായ സാഹസിക യാത്ര ആരംഭിക്കാൻ സമയമായി, വാ നമുക്ക് പോകാം. അപ്പോൾ പോകുന്ന വഴിയിൽ ഗോകു ബുൽമോട് ചോദിക്കുന്നുണ്ട് ബാക്കി ഡ്രാഗൺ ബോളൊക്കെ എവിടെയെന്ന് അറിയില്ലെങ്കിൽ പിന്നെ നമ്മളെങ്ങനെ ഇത് കണ്ടെത്തും? അപ്പോൾ ബുൽമ അവളുടെ ബാഗിൽ നിന്ന് ഒരു ഉപകരണം എടുക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട് ഇതിൻ്റെ പേരാണ് ഡ്രാഗൺ റഡാർ. ഇത് ഞാൻ ഒറ്റയ്ക്ക് ഉണ്ടാക്കിയതാണ്. ഈ ഉപകരണം ഡ്രാഗൺ ബോൾ എവിടെയാണുള്ളത് അതിൻ്റെ സ്ഥാനം നമുക്ക് കണ്ടെത്തി തരും. ഈ 3 ഡോട്ട് കണ്ടില്ലേ, ഇതാണ് നമ്മുടെ കയ്യിലുള്ള ഡ്രാഗൺ ബോൾ. ബാക്കിയുള്ള 4 ഡോട്ടുകൾ ഇനി നമുക്ക് കണ്ടെത്തേണ്ട ഡ്രാഗൺ ബോൾസിൻ്റെ സ്ഥാനമാണ്. തൊട്ടടുത്തുള്ള ഡ്രാഗൺ ബോൾ ഇവിടെ നിന്ന് ഏകദേശം 1200 കിലോമീറ്റർ പടിഞ്ഞാറ് മാറിയിട്ടാണ്. സോ അവിടേക്കാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നിട്ട് അവൾ ഒരു പെട്ടിയിൽ നിന്ന് ക്യാപ്സ്യൂൾ എടുക്കുന്നുണ്ട്. എന്നിട്ട് ആ ക്യാപ്സ്യൂൾ വലിച്ചെറിയുമ്പോൾ അതൊരു ബൈക്കായി മാറുന്നു. അപ്പോൾ നമ്മുടെ ഗോകു ആണെങ്കിൽ ഇതൊക്കെ കണ്ട് അത്ഭുതപ്പെട്ട് പറയുന്നുണ്ട് നീ ഒരു മന്ത്രവാദിനിയല്ലേ? അപ്പോൾ അവൾ പറയുന്നുണ്ട് ഇതാണ് ഹൊയ്പോയ് ക്യാപ്സ്യൂൾ. ഇത് സിറ്റിയിലുള്ള എല്ലാവരും സാധാരണയായിട്ട് ഉപയോഗിക്കുന്നതാണ്. എന്നിട്ട് അവർ ബൈക്കിൽ കയറി പോകുന്നു. നമ്മുടെ ഗോകു ആദ്യമായിട്ട് ബൈക്കിൽ കയറുന്നതുകൊണ്ട് തന്നെ അവന് ചെറിയ പേടിയൊക്കെ ഉണ്ട്. കുറച്ച് ദൂരം പോയതിനു ശേഷം ഇവരൊരു സ്ഥലത്ത് വണ്ടി നിർത്തുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ബുൽമയെ ഒരു വല്ലാത്ത പശി പിടിക്കുന്നുണ്ട്. സോ അവളുടെ വായൊക്കെ പൊത്തി വെച്ചേക്കാണ്, അതുകൊണ്ട് അവൾക്ക് മിണ്ടാൻ പറ്റുന്നില്ല. അപ്പോൾ നമ്മുടെ ഗോകു ചോദിക്കുന്നുണ്ട് നിങ്ങൾ രണ്ടുപേരും ഫ്രണ്ട്സ് ആണോ? അപ്പോൾ ആ പശി പറയുന്നുണ്ട് അതെ, ഞങ്ങൾ രണ്ടുപേരും ഫ്രണ്ട്സാണ്, ഞങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. നീ ഇവിടെ നിൽക്കുക എന്ന് പറഞ്ഞിട്ട് അവനൊരു കയറേറ്റ് ആ മരത്തിൽ കെട്ടുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഗോകു പറയുന്നുണ്ട് പെട്ടെന്ന് വരണേ. അപ്പോൾ നമ്മുടെ ബുൽമ ആകാശത്ത് നിന്ന് വിളിച്ച് പറയുന്നുണ്ട് എടാ പൊട്ടാ മണ്ട, എന്നെ രക്ഷിക്കടാ. അപ്പോൾ നമ്മുടെ ഗോകു ആ പശീനായിട്ട് ഫൈറ്റ് ചെയ്തിട്ട് നമ്മുടെ ബുൽമയെ രക്ഷിക്കുന്നു. എന്നിട്ട് ഇവരുടെ യാത്ര പിന്നെ ആരംഭിക്കുന്നു. ഇവരുടെ സാഹസികമായ ഈ യാത്രയിൽ ഇനി എന്തൊക്കെയാണ് ഇവരെ കാത്തിരിക്കുന്നതെന്ന് നമുക്ക് കണ്ടറിയാം.